സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി പറയാൻ പോകുന്ന ഗൈസ്, നമ്മുടെ ഹസാഡിന്റെ പാക്ക് നമുക്ക് അങ്ങനെ ഇന്ന് ഡെയിലി ഗെയിമിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിൽക്കാരും കിട്ടാത്തതിൻ്റെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് ലൈവ് ഒക്കെ നമ്മൾ കുറേ പേർക്ക് ഇന്നായിരുന്നു കിട്ടാറുള്ളത്. അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അലംബ്രോ പറഞ്ഞിട്ട് നമ്മളൊരു പ്രോഗ്രഷൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കിയാൽ ഇന്നത്തെ കാർഡ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഗൈസ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ് ഗൈസ്. അപ്പം ഇപ്പം ആണെങ്കിൽ ഒരു ഗ്ലിച്ച് വന്നുകൊണ്ട് ഓപ്പോണന്റിന്റെ ഗെയിം പ്ലേ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം എന്തായാലും നമ്മുടെ ഓപ്പോണന്റ് ഇവിടെ വന്നിട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഞാനിപ്പോൾ ഓൾറെഡി ഇടുന്നത് നമ്മുടെ LWF ആണ്. നമ്മുടെ ഹസാഡിനെ AMF ഇട്ട് കളിപ്പിക്കാൻ പറ്റും. ഞാൻ രണ്ടുമൂന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം നമുക്ക് നോക്കി നോക്കാം. അപ്പം ഓപ്പോണന്റ് നോക്കാനായിട്ട് ഞാൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ വഴിയാണ് നോക്കുന്നത്. കാരണം ഓൾറെഡി എന്താ വെച്ചാൽ ഗെയിം പ്ലാൻ നോക്കി കഴിഞ്ഞാൽ വല്ല ഹാക്ക് ആണെങ്കിൽ പണി കിട്ടും. അവൻ ചിലപ്പോൾ 3-1 ആ ഗ്ലിച്ച് ഫോർമേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പുറത്തേക്ക് പോകും ഗൈസ്. അപ്പോൾ അതാണ് അറിയാണ്ട് എടുത്തു പോയി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണന്റ് ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ അമോറിയമാണ്. 3-2-3-2 ആണ് ഗൈസ്. നമ്മൾ ഇതുവരെ ഇടാത്തൊരു ഫോർമേഷൻ കേട്ടോ. LMF ആണ് നമ്മുടെ LMF ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഓപ്പോണന്റ് ഗൈസ്. ഇത് വെറൈറ്റി ഒരു ഫോർമേഷൻ 3-2-3-2 ഇതൊരു ബഗ് ഫോർമേഷൻ ആണ് ഗൈസ്. എന്തായാലും വെറൈറ്റി ഒരു ഫോർമേഷൻ ഇട്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാനൊക്കെ നമുക്ക് ഈ ഗ്ലിച്ചൊക്കെ വന്നു ജസ്റ്റ് കമന്റ് ചെയ്യും. പിന്നെ ഒരു ഈ ഫുട്ബോൾ ഹാക്കറോ അങ്ങനെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് ഈ ഒരു ഡിവിഷൻ മാച്ചിൽ. അപ്പോൾ എന്തായാലും സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് മച്ചാൻ. ഗെയിം പ്ലാനൊക്കെ ഇതാവുന്ന തരത്തിൽ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നമ്മുടെ ഹസാഡിൻ്റെ ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്നുണ്ട് ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മച്ചാൻ. ഓൾറെഡി അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു പോക്കറ്റിങ് കാര്യങ്ങളൊക്കെ റെഡിയായി. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഗ്രാഫിക്സോ ലാഗൊക്കെ റെഡി ആയവരുടെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ലിങ്ക് അപ്ലൈ എനിക്ക് സെറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ അതുപോലെ ലിങ്ക് അപ്ലൈ വിട്ടു. അത് ഞാൻ വെക്കുന്നില്ല. അത് നമുക്കിനി വലിയ ലോങ് ബോൾ കൗണ്ടർ അങ്ങനെ വരുന്ന സമയത്ത് മാനേജർ എടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളെന്തായാലും മാക്സിമം എല്ലാവരും കോയിനൊക്കെ സേവ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടച്ച് അവർക്കാണ് റൊണാൾഡോ ടു മോഡ്രിച്ച് ഗൈസ്. ഷോർട്ട് ടൈം മോഡ്രിച്ച് ആണ് അല്ല അതന്നെ ഷോർട്ട് ടൈം. നെക്കാറ്റ ബയറ്റൻ ഗൈസ്. ഈ ബയറ്റൻ അടിപൊളിയാട്ടോ. ബയറ്റൻ്റെ കാർഡ് എടാ. നെക്കാറ്റ എടി എന്താ മാച്ചൊക്കെ ഒന്നും റെഡി ആവുന്നില്ല ഗൈസ്. എടാ ആട്ട കിടക്കുന്നത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഗോൾ അടിച്ചു റൊണാൾഡോനെ വെച്ചിട്ട് മറ്റവരുടെ തിരിച്ചടിക്കാൻ നമുക്ക് എന്തായാലും ഗൈസ്. ഓൾറെഡി ഇത് കസ്റ്റം സ്റ്റേഡിയം ആണ്. നമ്മുടെ ഓപ്പോണന്റ് കസ്റ്റം ചെയ്തൊരു സ്റ്റേഡിയമാണ്. കഫു ടു ആഡംസ് ടു നമ്മുടെ ബെക്കംബർ ടു ഹസാഡ് ടു നമുക്ക് വീണ്ടും കുറച്ചു നേരം കറക്കാം. ജെറാഡ് ടു ബെല്ലിംഗം, ഗ്രീസ്മാൻ, മെസ്സി, സുവാരസിന് കിട്ടിയിട്ടുണ്ട്. എടുത്തോ ന്യൂനമെന്റ്സ്, നെക്കാറ്റ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. എടാ എടുക്കടാ. റൊണാൾഡോ വരുന്നുണ്ട് ഗൈസ്. റൊണാൾഡോ 11 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവർ ബോൾ ഇട്ടു ഓപ്പോണന്റ്. ഓക്കെ ജെറാഡ്. എടാ ഇത് സംഭവം എന്താ പറയുക, മാച്ചപ്പ് സെറ്റ് ആകത്തോണ്ട് അത് പണി. ത്രൂപ്പാസ് ഓക്കെ. ഗ്രീസ്മാൻ, ബെല്ലിംഗം ഓക്കെ നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ മെസ്സി ഓക്കെ. സുവാരസ് എടാ അവിടെ മെസ്സി ഉണ്ടായിരുന്നു അറിയാണ്ട് ത്രൂപ്പാസും ചെയ്തു പോയി മെസ്സി. അതാ രണ്ടുപേരും വീണു ഗൈസ്. അവിടെ എന്തൊരു ഫൗൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെ ഫൗൾ ചെയ്താൽ മോട്ടറിച്ച് നമ്മളാണ് അങ്ങോട്ട് ഇടിച്ച് കയറിയത്. അത് നമുക്ക് കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. റോബർട്ടോ കാർലോസ് ടു നമ്മുടെ കഫുലേക്ക് ഗൈസ്. അവർ വിചാരിച്ച് നമ്മൾ അടിക്കാൻ പോകുന്നത്. കഫു, ബെല്ലിംഗം, സുവാരസ്. അവിടെ ഓഫ് സൈഡ് ആയിപ്പോയി ഗൈസ്. നല്ല രീതിക്ക് ഒന്ന് കയറി കഴിയുന്നത്. അപ്പോഴത്തേനും ഓഫ് സൈഡായി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ സുവാരസിനെ വെച്ച് അടിക്കാം ഗൈസ്. എന്തായാലും നമുക്ക് അണ്ണൻ അപ്ഡേറ്റിന് ശേഷം നല്ല രീതിക്കുള്ള ഇത് കിട്ടുന്നുണ്ട് ഈ ഒരു സുവാരസ് കാർഡ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അടിക്കാം. ഇത് 105 ആട്ടോ. 103-105 വരെ കയറി പോണ ആ ഒരു കാർഡാണ്. ബെക്കംബർ ഓക്കെ. കിട്ടിയില്ലടാ. ഗ്രീസ്മാൻ കിട്ടി. സുവാരസ്, ഹസാഡ് ഓക്കെ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുവാരസ് അടിച്ചു ഗൈസ്. അപ്പോൾ സംഭവം ടാക്കിളിങ് ഇവന്മാർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഗൈസ് നമ്മൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് നമ്മുടെ 22-ാം മിനിറ്റിൽ. അപ്പോൾ 1-1 അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ ഈ ഒരു മാച്ച് എങ്ങനെ ഉണ്ടാവുന്നത് ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു അപ്ഡേറ്റിൻ്റെ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് വന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ഗോളി ഒന്ന് തന്നെയാണ്. ഒലിവർകാരൻ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഒലിവർകാരൊക്കെ അപ്ഡേറ്റിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. ജോർജിൻഹോ, റൊണാൾഡോ, ബെക്കംബർ, ഗ്രീസ്മാൻ ഗൈസ്. ഈ സ്കോളേഴ്സും അടിപൊളിയാട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്കോളേഴ്സിനെ വെച്ച് കളിപ്പിച്ചായിരുന്നു. നല്ല രീതിക്കുള്ള ഇത് കിട്ടുന്നുണ്ട്. ബെല്ലിംഗം, ബെക്കംബർ, ഗ്രീസ്മാൻ ഓക്കെ. സുവാരസ് ബാക്കോട്ട് ഓക്കെ. മെസ്സി ഒരു ബ്ലിറ്റ്സ് അടിച്ചു നോക്കാം. എടാ ഒലിവർകാരൻ എടുത്തു. അല്ലെ നല്ല രീതിക്കുള്ള ഗോൾ കയറിയത്. നല്ലൊരു ബ്ലിറ്റ്സ് ആയിരുന്നു. അത് കറക്റ്റ് ഗോൾ കയറേണ്ട ബ്ലിറ്റ്സ് ആയിരുന്നു കേട്ടോ. ഇച്ചിരി കൂടെ എനിക്ക് ഒന്ന് പൊക്കി അടിച്ചാൽ മതിയായിരുന്നു തോന്നുന്നു.
അല്ലെ സ്റ്റണ്ടിങ് അങ്ങനെ അടിച്ചാൽ മതിയായിരുന്നു. സ്റ്റണ്ടിങ് ആയിരുന്നു ചിലപ്പോൾ കയറിയത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പണി ചെയ്യാം ഗൈസ്. ഈ ഒരു കോർണർ വലിയ കുഴപ്പമില്ല, ഇനി ഫ്രീ കിക്കും കൂടെ സെറ്റ് ചെയ്താൽ മതി. നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു പിടുത്തം കിട്ടി. നമ്മൾ ആ കളിച്ച് സെറ്റായി. ഓക്കെ നെക്കാറ്റ എടുക്കടാ, ആരില്ല ഇവിടെ എടുക്കാൻ. ഓക്കെ ഹസാഡ്, ഓക്കെ റൊണാൾഡോ ഓക്കെ ആ റണ്ണിൽ വിട്ടു. അല്ലേ റൊണാൾഡോ അടിച്ചാൽ കേസിട്ടു. ബെല്ലിംഗം, ജോർജിൻഹോ, ടോണി ആഡംസ് അടിച്ചു കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ വരുമ്പോൾ ക്ലിയർ ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ ഇവരെപ്പോഴും അടിക്കാന്ന് പറയാൻ പറ്റില്ല. ഗ്രീസ്മാൻ ടു ബെല്ലിംഗം, ഇതിപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഹസാഡ്, സുവാരസ്, ഓക്കെ നല്ലൊരു ചാൻസ് ഉണ്ട്. അവിടെ ഹസാഡിനെ കൊണ്ട് അടിപ്പിച്ചാൽ മതിയായിരുന്നു. ഗ്രീസ്മാൻ, ബെല്ലിംഗം ഗൈസ്. അവിടെ ഒരു ക്രോസ് അടിച്ചു നോക്കാം. ഇല്ലടാ കയറില്ല. അത് പണ്ട് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ബോഡി ചില സമയത്ത് പിടിക്കില്ല ഗൈസ്. അതൊരു ബഗ്ഗായിരുന്നു തോന്നുന്നു. അതിപ്പം നടക്കുന്നില്ല, ചില സമയത്തൊക്കെ നടക്കൂട്ടോ. അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ബെല്ലിംഗം, ലൂയിസ് സുവാരസ് ടു മെസ്സി. എടാ മെസ്സി ഇവൻ ഫ്രീ ആയിരുന്നു ഗൈസ്. നമ്മുടെ സുവാരസ് ഫ്രീ ആയിരുന്നു, അപ്പോഴത്തേനും ടേൺ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് കിട്ടിയില്ല. അയ്യോ എടാ അറിയാണ്ട് കയറിപ്പോയതാണ് ഗൈസ്. അവിടെ പിടിക്കണേ ബെക്കമ്പർ പിടി എടാ വിനി അടിച്ചു ഗൈസ്. അപ്പോൾ വിനി അടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. വിനിയുടെ അതാ ഡാൻസ്. പക്ഷേ എടാ നമ്മളത് അടിക്കുന്ന ഗോളായിരുന്നല്ലോ, അല്ല അടിക്കില്ലാത്ത ഗോളായിരുന്നു. ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു, കിട്ടിയ പാടെ. അത് വെറുതെ ഓപ്പോണൻറ്റിനെ കൊണ്ടേ കൊടുത്ത പോലെ ഗൈസ്. അമോറിൻ ലിങ്കപ്ലേ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു, ലിങ്കപ്ലേ അല്ലെങ്കിലും ലിങ്കപ്ലേ മാനേജർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് സെറ്റ് ആവുന്നു കേട്ടോ. ജെറാഡ്, ടോണി ആഡംസ്, കഫു, മെസ്സി, നല്ലൊരു പാസ്. ഗ്രീസ്മാൻ, ഓക്കെ സുവാരസ് അടിച്ചോ. എടാ ഇതെന്താ മച്ചാനോട് ഈയിടെയായിട്ട് കുറേ ഷോട്ട് അടിക്കും, പക്ഷെ അത് കറക്റ്റാന്ന് വിചാരിക്കും, കയറൂല. ഇതുപോലെ എനിക്കൊരു 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഹാഫ് ടൈം ആവാൻ ഗൈസ് 48 ടിപ്പ് അടിക്കും. ഓക്കെ ഗൈസ്. അപ്പോൾ മോട്ടറിച്ചൊക്കെ വീണു അവിടെ ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പോണൻറ്റ് ഇതാണ്, ട്രൈ യുവർ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പോണൻ്റാണ് ഗൈസ്. നമുക്ക് ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളാണ് 4 ഷോട്ട് അടിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഹാഫ് ടൈമിന് ശേഷം എന്തായാലും നമുക്ക് സെറ്റാക്കാം. ഹസാഡിനെ വെച്ചൊരു കറക്റ്റായിട്ടുള്ള ഇത് കിട്ടിയിട്ടില്ല ജെറാഡ്. കാരണം നമ്മൾ 2 പേരെടുത്ത് ഹസാറുണ്ട്, ടോപ്പോണിൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. സ്കോളസ് ഗൈസ് അവർ യൂസ് ചെയ്യുന്ന പക്ഷേ വേറെ ഫോർമേഷൻ കേട്ടോ. ഫോർമേഷൻ അല്ല, അങ്ങ് അറ്റത്താണ് നമ്മുടെ ഹസാഡ് ഇരിക്കുന്നത്. നമുക്ക് AMFും 2 ഇട്ട് നോക്കി നോക്കാം. ഹസാഡ് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഹസാഡ് ടു നമുക്ക് നോക്കാം. ജോർജിൻഹോ, മോട്രിച്ച്, ഹസാഡ് വീണ്ടും ഓക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ ഹസാഡ്, നമ്മുടെ അവിടെ ഒരു ക്രോസ്. ഗ്രീസ്മാൻ ഓക്കെ കിട്ടിയില്ലടാ. ജെറാഡ്, സ്കോളസ്, ജോർജിൻഹോ, ലൂക്കോ മോട്രിച്ച് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ നാളെ ഒരു കാർഡുകളും കാര്യങ്ങളൊക്കെ വരുന്നത്, നാളെ നമ്മുടെ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് ഗൈസ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഒലിവർക്കാൻ എടുത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അത് അടുത്ത പണി ചെയ്യാൻ ഗൈസ്. അപ്പോൾ നിങ്ങളാരെങ്കിലും നാളെ പാക്കൊക്കെ കറക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഓൾറെഡി നല്ല പാക്കുകളൊക്കെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം ആർമേനൊന്നും നാളെ വരാൻ ചാൻസ് ഇല്ല. നാളെ നമ്മുടെ പെലയുടെ ഒരു കാർഡ് ഉണ്ടല്ലോ, മറ്റേ ബെസ്റ്റ് ടൈം ഇവല്യൂഷൻ എന്ന് പറഞ്ഞൊരു കാർഡ്, ആ സംഭവം നാളെ വരുന്നുണ്ട്. നമ്മുടെ 2 ടൈപ്പ് ഇത് കൊടുക്കുന്ന പെലെ റൂണിയൊക്കെ വന്ന പോലെ ഒരു കാർഡ് വരുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ വെയിറ്റ് ചെയ്യാം. ആ കാർഡായിരിക്കും നാളെ മിക്കവാറും. ഹസാഡ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മെയിൻ്റെനൻസ് ടൈം ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഗ്രീസ്മാൻ ഗൈസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ നല്ലൊരു പാസ്. ജെറാഡ് ത്രൂ പാസ്. ഗ്രീസ്മാൻ, സുവാരസ്, ഓക്കെ ടോണി ആഡംസിനെ പറ്റിച്ചു. ഗ്രീസ്മാൻ എടാ കിട്ടിയില്ലടാ, അടി കിട്ടിയില്ല. ഓക്കെ സുവാരസിനെ അടിച്ചോ. എടാ ഗൈസ് അത് സ്റ്റണ്ടിങ് അങ്ങനെ അടിച്ചാൽ മതിയിരുന്നത്. ആ കറക്റ്റ് ടൈമിൽ പാസ് നല്ലതായിരുന്നു, നല്ല ഷോട്ട് വരുന്നത്. അത് ബയറ്റിന് അവിടെ ഉള്ളതുകൊണ്ട് കറക്റ്റ് ക്രോസ് ചെയ്തു, പക്ഷെ കയറിയില്ല. ഇത് നമുക്കൊരു പണി ചെയ്യാം. മെസ്സിനെ വെച്ചിട്ട് നമുക്ക് ഇതടിക്കാം, മറ്റേ ബോക്സ് ടു ബോക്സ് അങ്ങനെ അടിക്കാം നമുക്ക്. അപ്പം കറക്റ്റ് പെനാൽറ്റി ബോക്സിൻ്റെ അങ്ങോട്ട് തന്നെ കയറിക്കോളും പരമാവധി. അപ്പം നമുക്ക് നോക്കി നോക്കാം. മെസ്സി ഒരു കറവ് അവിടെ ഹസാഡ് എടുത്ത് ഗൈസ്. അപ്പോൾ റോബർട്ടോ കാർലോസ് കിട്ടിയിട്ടുണ്ട്. പാസ് ടു നമ്മുടെ മെസ്സി ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഇങ്ങനെ പാസ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം. ഞാൻ ഇന്നലെ ഓൾറെഡി നല്ല രീതിക്കുള്ള ഒരു പാസ്സായിരുന്നു, അപ്പോഴത്തേനും അത് ഓഫ് സൈഡ് ആയിപ്പോയി ഗൈസ്. അപ്പം ഓക്കെ സുവാരസ് അടിച്ചോ. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2ാമത്തെ ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ ആട്ടോ കോർണർ കിട്ടി, പാസ് കറക്റ്റായി, അതാണ് നമ്മൾ അന്നേരം ഗോൾ അടിച്ചത് ഗൈസ്. ഇത് മിക്കവാറും ഒരാളടിക്കും മറ്റൊരാളടിക്കും. ഇനി നമ്മൾ ടൈറ്റ് മാർക്കറ്റിംഗ് ചെയ്യണം, കാരണം നമുക്ക് ഇനി ഗോൾ അടിച്ച് കഴിഞ്ഞാൽ ഒരു ഗൈസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നലെ ലൈവിൽ ഒരു കംബാക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ഗൈസാണ് അടുത്ത ക്രോസ് ഇപ്പോൾ ഗോളൊന്ന് കയറുമോ. അതാ
ഗൈസ് അതാരാ റൊണാൾഡോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ് എന്തായാലും റൊണാൾഡോ ഗൈസ് ഇത് മറ്റേ സെലക്ഷൻ കോൺട്രാക്ട് റൊണാൾഡോ അല്ല, വേറൊരു കാർഡ് റൊണാൾഡോ, മറ്റേ വേറൊരു ടൈപ്പ് വന്നില്ലേ, ആ ഒരു ടൈപ്പ് വേൾഡ് കപ്പിന്റെ മോഡല്. പിന്നെ ഗൈസ് അപ്പം നമുക്ക് നോക്കാം. ഗ്രീസ്മെൻ ടു ബാക്കോട്ട് റോബർട്ടോ കാർലോസ്. ഗ്രീസ്മെൻ ഗൈസ് അവിടെ കയറി വരുന്നുണ്ട്. ഓക്കെ ഒരു നമുക്ക് ഇവിടെ നിന്നൊരു കർവ് അടിച്ച് നോക്കാം. ഒരു കർവ് അവിടെ നല്ലൊരു കർവായിരുന്നു, പക്ഷെ അത് ഗോളി തട്ടിക്കളഞ്ഞു. ബെലിംഗം ഓക്കെ. മുസൈല അവിടെ നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗ്രീസ്മെൻ എടാ ഈ ചെങ്ങായി അടിച്ചോ. എടാ ജോർഹിൻഹോ ഗൈസ് അവിടെ കയറി അടിക്കടാ. അടുത്തു ജെറാഡ്. എടാ മെൻഡസ് ഗൈസ് ഇവിടെ നിന്നൊക്കെ സ്റ്റണ്ണിങ് അടിച്ചാൽ മതിയായിരുന്നു. ഗൈസ് ഇവന്മാർ ടാക്കിൾ ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് റഫറി പോലും അറിയുന്നില്ല. ഓക്കെ മുസൈല ഒരു പാസ്. ഗ്രീസ്മാൻ അടിച്ചോ. എടാ ഇതെന്താ ഇങ്ങനെ. ഗൈസ് നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ സൈഡിൽ കൂടെ പോയി. ഒലിവർ കാൻറ്റു നമുക്ക് നോക്കി നോക്കാം. സാബി മുസൈല അല്ല സാബി റോൺസോ മുസൈല സ്റ്റോയിസ്കോവ് സാബി ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് ഇട്ടിട്ടുണ്ട്. സ്റ്റോയിസ്കോവ് ടു വീണ്ടും ഒരു പാസ് കിട്ടിയടാ. നെക്കാറ്റ ഗൈസ് ഞാൻ വിചാരിച്ചൊരു നല്ല പാസ് കിട്ടുമായിരിക്കും, അതും കിട്ടിയില്ല. എടാ ഓടിയെടുക്കും. വിനി ഷോട്ടായിരിക്കും. ഇല്ലില്ല. ആടെ ബ്ലോക്ക് ചെയ്തു ഗൈസ്. ഇതാണ് പണിയാവും. എന്താണെന്നറിയോ, നോർമൽ ഷോട്ടിനാണ് ഇവര് 2 ഗോൾ അടിച്ചത്. നോർമൽ ഷോട്ടിനായിരുന്നു, അല്ല ഒരെണ്ണം ഹെഡും ഒരെണ്ണം നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ഗോൾ അടിച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഡേവിഡ് ബെക്കാം ടു നമ്മുടെ ക്രോസ് എങ്ങനെയാണോ ഉണ്ടോ. ഓക്കെ സാബിനെ ഇറക്കി വന്നു കേട്ടോ. സാബി നല്ല രീതിക്ക് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ മെസ്സി മോട്രിച്ച് അവിടെ പണിയാവരുതേ. ഹസാഡ് ന്യൂനമെന്റസ് ഗൈസ് ഒരു ക്രോസ് എങ്ങനെയും ആണെങ്കിൽ പണി തീർന്നു. ആണ്ട കിടക്കുന്നു പൂക്കുറ്റി കത്തി ഗൈസ്. അപ്പോൾ എംബാപ്പെ അടിച്ചിട്ടുണ്ട്. അവന്മാര് മിക്കവാറും ഗോളോസ് കിട്ടും. എടാ 91 മിനിറ്റ് ആയല്ലോ ഗൈസ്. ഇത് മറ്റേ എംബാപ്പയാ. വേറൊരു കാർഡ് വന്നില്ല നമ്മുടെ മാൻഡ്രിഡിന്റെ ഗൈസ്. അപ്പോൾ ഇനിയൊരു കംബാക്ക് അടിക്കണം, കുറച്ച് സമയം കൂടി ഉള്ളൂ. ഇതൊക്കെ +പോയിന്റ് ആയിട്ടുണ്ട് 91-5 ഗൈസ്. അപ്പോൾ ഒരു ചാൻസ് കിട്ടുമോ നോക്കാം. ടെന്നിസിലോ എടാ എടുക്കടാ. സ്കോളസ് മുസൈല പാസ് ഇട്ടു. ഡെന്നിസ്ലോ ടു ബെല്ലിംഗം നല്ലൊരു ചാൻസ് എടുത്തിട്ടുണ്ട് ഗൈസ്. അടിച്ച് ഗൈസ്. അപ്പോൾ ബെല്ലിംഗം അടിച്ചിട്ടുണ്ട്. ഓൺ ദ കൗണ്ടർ അടിച്ചിട്ടുണ്ട് മച്ചാവനയുടെ. അപ്പം എനിക്കൊന്ന് ഓപ്പോണന്റ് നെറ്റ് പോയോ, അല്ലെങ്കിൽ ഡിഫൻസ് ഒന്നും വന്നില്ല. ഓടിക്കയറിയിട്ട് നമ്മൾ ഗോൾ അടിച്ചു മിക്കവാറും ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നു 3-3 തീരും തോന്നും ഗൈസ്. അപ്പം ഇന്ന് ഈ ഒരു മാച്ച് അടിപൊളി ഒരു മാച്ചായിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ 2-3 ഷോട്ട് തൊട്ടെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ജയിച്ചാൽ, അല്ലെങ്കിൽ ഒരു 2 ഗോൾ നമ്മൾ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ കളി ജയിച്ചാൽ. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. നമ്മൾ 8 ഷോട്ട് അടിച്ചു. ഷോട്ട് ഔട്ട് ആകട്ടെ 6 ഗൈസ്. അപ്പം നല്ലൊരു മാച്ചായിരുന്നു. അപ്പം പ്ലെയർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ റൊണാൾഡോ, അവരുടെ നോക്കുകയാണെങ്കിൽ ആരാ ലാസ്റ്റിലാണ് നോക്കുക, ഹസാഡാണ് ഗൈസ്. അപ്പം നമ്മുടെ സുവാരസ് ആണ് ഫസ്റ്റ്. നമ്മുടെ ഹസാഡ് അവിടെ പോയി. നമ്മുടെ ഹസാഡ് ലാസ്റ്റ് ഗൈസ്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് ഗൈസ്. അപ്പം നല്ലൊരു മാച്ചായിരുന്നു വെച്ചാൽ അവർ. അപ്പോൾ അടുത്തൊരു മാച്ചായിട്ട് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.